രാഹുലിനെതിരായ ഗുരുതര ആരോപണങ്ങളാണ് കഴിഞ്ഞ 4 മാസത്തിനിടെ ഉയർന്നത്. ഇത് പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കലിലേക്കും രാഹുലിന് ഒളിവിലേക്ക് പോകേണ്ടിയും വന്നു. ഒരു യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന ആരോപണമാണ് രാഹുലിനെതിരെ ആദ്യം വന്നത്. സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത് ചർച്ചയായി. എന്നാൽ രാഹുൽ ഇത് ഗൗനിച്ചില്ല. ഞാൻ ചോദിക്കുന്നതാണ്, ഈ നാട്ടിൽ ഒരു ആഭ്യന്തര വകുപ്പിന്റെ കുത്തഴിഞ്ഞ സംവിധാനം കാരണം ആർക്കും ആരെപ്പറ്റി എന്തും പറയാം. നാളെ നിങ്ങളെ പറ്റിയും പറയാം, ആരെപ്പറ്റി ആർക്കും പറയാം. ഹൂ കെയേഴ്സ്? യുവനടിയുടെ വെളിപ്പെടുത്തലാണ് രാഹുലിന് ആദ്യം കുരുക്കായത്. പേര് പറയാതെ രാഹുൽ എന്ന ഉറച്ച സൂചനയും ഇവർ നൽകി. എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് മോശമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് തന്നെ ഹൂ കെയേഴ്സ് ആണ്. പിന്നാലെ എഴുത്തുകാരി ഹണി ഭാസ്കരനും മോശമായി പെരുമാറിയെന്ന ആരോപണവുമായി ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അവന്തികയും രംഗത്ത്. CPM-ഉം BJP-യും വിഷയം കോൺഗ്രസിനെതിരെ ആയുധമാക്കിയതോടെ ആദ്യ നടപടി. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ നീക്കം ചെയ്തു. തൊട്ടടുത്ത ദിവസം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന മറ്റൊരു യുവതിയുമായുള്ള ചാറ്റുകൾ പുറത്തുവന്നു. രാഹുൽ യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ശബ്ദരേഖയും പുറത്തുവന്നതോടെ രാഹുലിന് കുരുക്കുമുറുകി. ഓഗസ്റ്റ് 25-ന് രാഹുലിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കി. 2 ദിവസത്തിനു ശേഷം രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. സ്ത്രീകളെ ശല്യം ചെയ്യൽ, ലൈംഗിക ചുവയോടെ സംസാരിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. നിർബന്ധിത ഗർഭചിത്രം ആരോപിച്ച് അഭിഭാഷകൻ അടക്കം പരാതി നൽകി. നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം അതിനാടകീയമായിരുന്നു രാഹുലിന്റെ വരവ്. ആരോപണങ്ങളും ഫോൺ സംഭാഷണവും പുറത്തുവന്നെങ്കിലും പരാതി നൽകാത്തത് രാഹുലിനൊരു ഘട്ടത്തിൽ ആശ്വാസമായി. രാഹുൽ പതുക്കെ പൊതുവേദികളിൽ എത്തിത്തുടങ്ങി. ബുദ്ധി വളർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ശാസ്ത്രമേള നന്മയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നറിയാവുന്നവരാണ് മാനവരാശിയിലെ മഹാഭൂരിപക്ഷം പേർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തിയതോടെ മണ്ഡലത്തിൽ പ്രചാരണത്തിലും രാഹുൽ സജീവമായി. പിന്നാലെ യുവതിയുടെ പുതിയ ശബ്ദരേഖ പുറത്ത്. അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയതോടെ രാഹുൽ ഒളിവിലായി. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.